അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ മക്ക ഹറമിൽ നിന്ന് നാം പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങളുടെ മഹത്വം, അസ്മാ ഉൽ ഹുസ്ന. നാം എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഉത്തരം പെട്ടെന്ന് കിട്ടാൻ ഒരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു. അതിന് ഉത്തരം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. നിങ്ങൾ അള്ളാഹുവിന്, സർവശക്തനായ അള്ളാഹുവിന് നല്ല നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നാമങ്ങൾ ചൊല്ലി ദുആ ചെയ്താൽ പ്രത്യേകം പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറയാനുള്ള കാരണം? ഇജാബത്ത് പെട്ടെന്ന് കിട്ടാനുള്ള കാരണം തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ബറക്കത്തുള്ള നാമങ്ങളാണ്. ആ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ദ അല്ലാഹ ബിസ്മിൽ അഅ്ലമില്ലദീ ഇദാ സുഇല ബിഹി അഅ്താഹു വ ഇദാ ദുഇയ ബിഹി അജാബഹു. നിങ്ങൾ ഇസ്മുൽ അഅ്ലം കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇസ്മുൽ അഅ്ലം കൊണ്ട് ദുആ ചെയ്യുക. ആ ഇസ്മുൽ അഅ്ലം കൊണ്ട് ദുആ ചെയ്താൽ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഇദാ സുഇല ബിഹി അഅ്താ, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. വ ഇദാ ദുഇയ ബിഹി അജാബഹു. ആ ഇസ്മുൽ അഅ്ലം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ഈ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം അത് അസ്മാഉൽ ഹുസ്നയിലുണ്ട്, അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങളിലുണ്ട്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു ഇസ്മുൽ അഅ്ലം എന്നുള്ളത് അള്ളാഹു എന്ന ഇസ്മാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അള്ളാഹുവിന് 99 നാമങ്ങൾ നമുക്കൊക്കെ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ മഹത്വം വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരാൾ ചൊല്ലി മനസ്സുപൊട്ടി യജമാനനായ അള്ളാഹുവിനോട് പറഞ്ഞാൽ അവൻ ഒരിക്കലും അള്ളാഹു തട്ടൂല. അതിൻ്റെ മഹത്വങ്ങൾ അത്രയധികം, ബഹുഭൂരിഭാഗം മഹത്വങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾ ഒരുത്തൻ മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം 99 നാമങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്നതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്ത് ഒരുപാട് ആയിരക്കണക്കിന് നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ 99 നാമങ്ങൾ ഒരുത്തൻ മനഃപ്പാടമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. കാണാതൊരാള് പഠിക്കുന്നു എന്നാൽ പേരിത്, സ്വർഗത്തിലാണ് അവനെന്ന് ഹദീസിൽ ഉണ്ടിത്. ആ 99 നാമങ്ങൾ പഠിച്ചാൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ്
യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്. ഇങ്ങനെ തുടങ്ങി അല്ലാഹ് 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 എന്നുള്ള ആ പേര് എത്ര ഉച്ചരിക്കുന്നതും വളരെ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. ഉദാഹരണമായി നമ്മളൊക്കെ ചെല്ലാറുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തറു എന്നാണല്ലോ. ബിസ്മി തുടങ്ങാതെ ഒരു കാര്യം തുടങ്ങരുത്, ബിസ്മി ചെല്ലാതെ. ബിസ്മി കൊണ്ട് എന്തു തുടങ്ങിയാലും അത് വലിയ ബറക്കത്തുള്ളതാണ്. അതിന് കാരണം എന്താ? ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൽ 3 ഇസ്മുകളുണ്ട്. അല്ലാഹ്, റഹ്മാൻ, റഹീം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റുകളാണ്. ഇസ്മുൽ ആലമിൽപ്പെട്ട അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മ അതിലുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, എന്ത് പ്രയാസത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴും ഉത്തരം കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ അസാബ അബ്ദൻ ഹമ്മുൻ വലാ ഹുസ്നുൻ ഫദആ ബിഹാദദ് ദുആഇ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു വഅബ്ദലഹു മകാനം ഫറഹാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടിമക്കൊരു ദുഃഖം, ഒരു വിഷമം, അവർ ഈ ദുആ കൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ അവൻ്റെ ദുഃഖവും അവൻ്റെ വിഷമവും അള്ളാഹു മാറ്റിക്കൊടുക്കുകയും വഅബ്ദലഹു മകാനം ഫറഹാ, അവൻ ആ വിഷമം മാറ്റിയിട്ട് അള്ളാഹു ആ സ്ഥാനത്ത് സന്തോഷം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി കുടുംബം, എല്ലാവരും ഇത് കാണാതെ പഠിക്കുക. അത് ബറക്കത്തുള്ള നാമങ്ങളാണ്. അത് കാണാതെ പഠിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല തരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു അസ്മാഉൽ ഹുസ്ന മാത്രം പഠിച്ച് സ്വർഗത്തിൽ പോവാം. ഇത് പഠിക്കാനൊരു തൗഫീഖ് കിട്ടണം. മുൻ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആയത്തുൽ കുർസി ചൊല്ലി 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം സ്വർഗത്തിലെത്തുമെന്ന് പതിവാക്കുന്നവർക്ക്. അതിൻ്റെ അടിയിൽ പറഞ്ഞു, ഇതെല്ലാവർക്കും പതിവാക്കാൻ കഴിയില്ല. ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ആബിദുൻ. അപ്പോൾ ഈ നന്മകളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം, തൗഫീഖ് എന്നുള്ള ആ ഗുണപരമായ തൗഫീഖ് എന്ന കൂട്ടുകാരൻ ഒപ്പമുണ്ടായാലേ ഇത് പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിയായ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ അല്ലിംനി ഇസ്മല്ലാഹില്ലദി ഇദാ ദുഇയ ബിഹി അജാബഹു. നബിയേ, ഒരു അള്ളാഹുടെ പേര് പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞ് എനിക്ക് ദുആ ചെയ്യണം. ആ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടണം. അതൊന്നൊക്കെ പറഞ്ഞു തരുമോ? ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ ഹബീബ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം പറഞ്ഞത് എന്താണ്? ഖുമീ ഫഫ്തവല്ലി ഫസല്ലി റകഅതൈനി സുമ്മ ദഈ. ആയിഷ ഉമ്മ, നിങ്ങൾ എണീക്കുക, എന്നിട്ട് നിങ്ങൾ ഒളു എടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജമീഇ അസ്മാഇക്കൽ ഹുസ്ന. അല്ലാഹുവേ, അസ്മാഉൽ ഹുസ്ന അതുകൊണ്ട് അത് മുഴുവൻ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ദുആ ചെയ്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പര്യാപ്തമായൊരു ദിക്ർ അത് അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ ആ ഇറങ്ങിയ മലക്കുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബിയെ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട. യാ ഹയ്യു യാ ഖയ്യൂം, വലിയ ഇസ്മാണ് കേട്ടോ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്ന്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ നാവിൽ വരേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നാമങ്ങൾ മുഴുവനും യാ നേരത്തെ ചൊല്ലിയതുപോലെ യാ റഹ്മാൻ യാ അള്ളാഹ്, യാ റഹീം യാ അള്ളാഹ്, ഇതെപ്പോഴും ഒരു വിശ്വാസിയുടെ നാവിൽ വന്നാൽ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു തരൂല. സ്വർഗം അതുകൊണ്ട് അവന് ഉറപ്പാവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം യാ ഹയ്യു യാ ഖയ്യൂം നമ്മളെപ്പോഴും നമ്മുടെ നാവിലുണ്ടാകുക, വിഷമങ്ങൾ വരൂല. അതുപോലെ തന്നെ യാ റബ്ബ് വലിയ ഇജാബത്ത് കിട്ടുന്ന ഒരു വേടാണ്, ഒരു വാക്കാണ്. യാ റബ്ബ് എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖാലൽ അബ്ദു യാ റബ്ബി യാ റബ്ബി യാ റബ്ബ്, ഒരടിമ യാ റബ്ബ് യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചാൽ അള്ളാഹു പറയും സൽ തുഅത. അള്ളാഹു പറയണേ, നിങ്ങൾ അങ്ങനെ വിളിച്ച് ദുആ ചെയ്താൽ എന്താച്ചു ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ടാണ് ഖബറിൽ അകപ്പെട്ട മനുഷ്യൻ നമുക്ക് എപ്പോഴും പറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒന്നാണ്, ഒരു ദിക്റാണ് അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി. നമ്മൾ ഖബറിൽ അകം വെച്ച് കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വജാഅഹും മുൻകറു വന്നകീറു വസ്ഫുഹുമാ ബൈനൽ വറാ ഷഹീറു ജഅദാനി അസ്റഖാനി അസ്വദാനി ശഹ്റൂഹുമാ യസ്ഹബുഹുർ റിജ്ലാനി. രണ്ട് മലക്കുകൾ വരും. ആ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കും, നിന്റെ റബ്ബാരാണ്, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മറുപടി നൽകേണ്ടത്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ഇത് ജീവിതകാലത്ത് പറഞ്ഞു നടക്കൽ വളരെ പ്രത്യേകതയുള്ള ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ റബ്ബിനെ വിളിക്കുക, അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. അല്ലാഹു റബ്ബി വലിയൊരു ഇസ്മാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്തിരുന്നു യാ റബ്ബ്, വലിയ ഉത്തരം കിട്ടാൻ, വലിയ എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു വിളിയാണത്. യാ റബ്ബ് യാ റബ്ബ് അൻത തഅലമു അഹ്വാലനാ വലാ യഖ്ഫാ അലൈക ശൈഉൻ യാ ആലിമൽ അസ്റാർ അൻത ഹയ്യുൻ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം നസ്അലുക ബിസ്മില്ലാഹിൽ അഅ്ളം. ഇങ്ങനെ പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്ത് ഒരുപാട് മഹാന്മാർക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിജയം കൈവരിച്ച ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിരിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ റബ്ബ്, ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിലുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്താൽ ഇതൊക്കെ അതിന്, ഈ ദിക്റുകളൊക്കെ അതിന് വരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട് രക്ഷപ്പെട്ടത് എന്താണ് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദഅവത്തു ദിന്നൂൻ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വലം യദ്ഉ, ഹബീബ് തങ്ങൾ പറയുകയാണ്, വലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഖത്തു ഇല്ലസ്തജാബ ലഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ചൊല്ലിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വിഷമങ്ങളാണ്, ഓരോ വിഷമങ്ങളും. പ്രിയപ്പെട്ടവർ, നമുക്കിതൊക്കെ ഒന്ന് ചെയ്യാം, നമുക്കിതൊക്കെ ഒന്ന് ചെല്ലാം. ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. എന്നെ സ്മരിക്കുന്നതിനെ തൊട്ട്, എനിക്ക് ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് ഒരുത്തൻ തിരിഞ്ഞു കളഞ്ഞാൽ, അതൊന്നുമില്ലാതെ ശ്രദ്ധിക്കാതെ അവന് കുടുസായ ജീവിതമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു അല്ലാഹു തആല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സമാധാനം വേണോ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലൽ കൊണ്ട് മാത്രമാണ് എന്ന്
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുകൊണ്ട് വിശ്വാസി കുടുംബത്തോട് പരിശുദ്ധമായ മക്ക ഹറമിൽ വെച്ച് പറയട്ടെ, നമുക്കെല്ലാവർക്കും അസ്മാഉൽ ഹുസ്ന, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാ ഇതൊക്കെ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു നല്ല കാര്യം ഒരാൾക്ക് അറിയിച്ചു കൊടുത്ത് അയാൾ ചെയ്താൽ ഈ പറഞ്ഞു കൊടുത്തവർക്കും, ഇത് നമുക്ക് ആർക്കൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നോ, ഇങ്ങോട്ട് ഒരാൾ ഇത് ചെല്ലുന്നോ, എല്ലാവർക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിൽ വെച്ച് ഇന്നൽപ്പം അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് സംസാരിച്ചു. റബ്ബേ ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരോടും പറയട്ടെ, വിശ്വാസി കുടുംബത്തോട്, നിങ്ങൾക്കത് പതിവാക്കുന്നവരോട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സുബഹിക്ക് ശേഷം ഒരു പ്രാവശ്യം, മഗ്രിബിന് ശേഷം ഒരു പ്രാവശ്യം, കുറഞ്ഞത് അസ്മാഉൽ ഹുസ്ന 2 മിനിറ്റ് മതി. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന വമൗലാന മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, ഈ പരിശുദ്ധമായ മക്ക ഹറമിൽ വെച്ച് നിൻ്റെ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം ഞങ്ങൾ പറഞ്ഞു കേട്ടു. ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ആ നാമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.